ഹായ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലേക്കായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദി സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇൻ ദ ആറ്റിക്. ഈ ചാപ്റ്ററിലെ റൈറ്റപ്പ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പിയാനിസ്റ്റ് ആൻഡ് ദ മിസറബിൾ എക്സ്പീരിയൻസസ് ദാറ്റ് ഹി മെറ്റ് വിത്ത് ഡ്യൂറിങ് ദ വാർ. യുദ്ധസമയത്ത് സ്പിൽമാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സർവൈവൽ ഇൻ ദ ഷാഡോസ് ഒരു ഹെഡിങ് കൊടുക്കുക. ഇനി ചാപ്റ്ററിന്റെ പേര് തന്നെ കൊടുത്താലും മതി. ഓക്കെ, വാർ ഫോഴ്സസ് പീപ്പിൾ ഇൻ ടു അൺഇമാജിനബിൾ സർക്കംസ്റ്റൻസസ്. യുദ്ധം എന്താ ചെയ്യുന്നത്? ഇറ്റ് ഫോഴ്സസ് പീപ്പിൾ ഇൻ ടു അൺഇമാജിനബിൾ സർക്കംസ്റ്റൻസസ്. നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത കഷ്ടതകളിലേക്കാണ് നമ്മളെ തള്ളിവിടുന്നത്. ദ പിയാനിസ്റ്റ് വ്ളാഡിസ്ലോ സ്പിൽമാൻ ഫേസ്ഡ് ഇമ്മൻസ് ചലഞ്ചസ് ഡ്യൂറിംഗ് ദ വേൾഡ് വാർ II ആസ് ഹി സ്ട്രഗിൾ ടു സർവൈവ്. വ്ളാഡിസ്ലോ സ്പിൽമാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫേസ്ഡ് ഇമ്മൻസ് ചലഞ്ചസ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. ബീയിങ് ജൂയിഷ് ഹി ഹാഡ് ടു ഹൈഡ് ഇൻ റൂയിൻസ് ടു എസ്കേപ്പ് ദി നാസിസ്റ്റ്. നാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്സ് ഇൻ ദ റൂയിൻസ്. റൂയിൻസ് എന്ന് വെച്ചാൽ തകർന്ന കെട്ടിടങ്ങളെയാണ് നമ്മൾ റൂയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ് ചെയ്യുന്നുണ്ട്. നോയിങ് ദാറ്റ് ഹി വുഡ് ബി കിൽഡ് ഇഫ് ക്യാപ്ചർഡ്. അദ്ദേഹത്തെ പിടിക്കപ്പെട്ടാൽ അവർ വധിക്കും എന്നത് അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഹൈഡ് ചെയ്തത്. ഐസൊലേഷൻ ആൻഡ് ഫിയർ കൺസ്യൂംഡ് ഹിം, ഫോഴ്സിങ് ഹിം ഇൻ ടു എ ലൈഫ് ഓഫ് കോൺസ്റ്റന്റ് ഹങ്കർ ആൻഡ് അൺസർട്ടനിറ്റി. പട്ടിണിയും അതുപോലെ തന്നെ അനിശ്ചിതത്വം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെയധികം കഷ്ടതയിലാക്കുന്നുണ്ട്. He had no proper shelter or food, and every sound outside his hiding place made him anxious about being discovered. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? ഒരു പ്രോപ്പറായിട്ടുള്ള ഷെൽട്ടറോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് എവറി സൗണ്ട് ഔട്ട്സൈഡ് ഹിസ് ഹൈഡിങ് പ്ലേസ് മെയ്ഡ് ഹിം ആൻഷ്യസ് അബൌട്ട് ബീങ് ഡിസ്കവേർഡ്. അതായത് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റും ഗാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഗാർഡ്സ് അതിൽ നടക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്ത് തോന്നുന്നുണ്ട്? ഭയം തോന്നുന്നുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തെ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ വേഴ്സൻഡ്, ഹിസ് ഹാൻഡ്സ് ബിക്കം ഡേർട്ടി ആൻഡ് സ്റ്റിഫ്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു? അതായത് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിസ് ഹാൻഡ്സ് ബിക്കം ഡേർട്ടി ആൻഡ് സ്റ്റിഫ്. അദ്ദേഹത്തിൻ്റെ കൈകൾ എന്താണ്? ഇറ്റ് വാസ് ഡേർട്ടി ആൻഡ് സ്റ്റിഫ്. ചളി പുരണ്ടതും അതുപോലെ തന്നെ എന്താണ്? ഉറപ്പുള്ളതുമായി മാറിയിട്ടുണ്ടായിരുന്നു. ഹി വാസ് അണേബിൾ ടു പ്ലേ ദ പിയാനോ ആസ് ഹി വൺസ് ഡിഡ്. പഴയ പോലെ അദ്ദേഹത്തിന് പിയാനോ റീഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് പാര. Despite the horror of the war, Spillman found unexpected help from the German officer who secretly provided him with food and supplies. ആ ഒരു യുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൽമാൻ ഫൗണ്ട് അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പ് ഫ്രം ദി ജർമ്മൻ ഒരു ജർമ്മൻ പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് സഹായം ലഭിക്കുന്നുണ്ട്. ഹു സീക്രറ്റ്ലി പ്രൊവൈഡഡ് ഹിം വിത്ത് ഫുഡ് ആൻഡ് സപ്ലൈസ്. ആ ഒരു ജർമ്മൻ പട്ടാളക്കാരൻ എന്താ ചെയ്യുന്നത്? ഹി ബ്രിങ്സ് ഹിം ഫുഡ് ആൻഡ് സപ്ലൈസ്. ഭക്ഷണവും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. Even though he was part of German army, he felt ashamed of what his country was doing. അദ്ദേഹം എന്താണ്? ജർമ്മൻ പട്ടാളക്കാരനാണെങ്കിൽ കൂടെ അദ്ദേഹത്തിന്റെ കൺട്രി ജൂതന്മാരോട് ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് നല്ല ലജ്ജ തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ആക്റ്റഡ് വിത്ത് കൈൻഡ്നസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രൂവൽറ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പിൽമാനോട് നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. However, even after the Warsaw was liberated, Spillman's troubles were not over. വാർസോക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും സ്പിൽമാന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വെൻ ഹി ഫൈനലി സ്റ്റെപ്ഡ് ഔട്ട്സൈഡ്, ഹി വാസ് മിസ്റ്റേക്കൺ ഫോർ ജർമ്മൻ സോൾജിയർ ബിക്കോസ് ഓഫ് ദി കോട്ട് ഹി വോർ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കുറെ കാലത്തിന് ശേഷം ആ ആറ്റിക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആറ്റിക് എന്ന് വെച്ചാൽ തട്ടിൻപുറം. ഓക്കെ, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഹി വാസ് മിസ്റ്റേക്കൺ ഫോർ എ ജർമ്മൻ സോൾജിയർ ബിക്കോസ് ഓഫ് ദി കോട്ട് ഹി വോർ. അതായത് അദ്ദേഹം ഒരു കോട്ട് ധരിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ കോട്ട് കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു ജർമ്മൻ പട്ടാളക്കാരനാണോ എന്ന് അവിടെ പോളണ്ടിലുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ കോട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതായത് ഇവിടെ ജർമ്മൻ പട്ടാളക്കാരന് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സ്പിൽമാന് കൊടുത്ത കോട്ടാണ് അദ്ദേഹം ധരിച്ചിട്ട് ഇറങ്ങി വരുന്നത്. ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൾമോസ്റ്റ് കോസ്റ്റ് ഹിം ഹിസ് ലൈഫ് ആസ് പോളിഷ് സോൾജിയേഴ്സ് ഫയർഡ് അറ്റ് ഹിം. ഈ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ അല്ലേ? അതായത് കോട്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ആ പോളണ്ടിലുള്ള സോൾജേഴ്സ് എന്താ ചെയ്യുന്നത്? ഫയർഡ് അറ്റ് ഹിം. അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തുന്നുണ്ട്. ബിലീവിങ് ഹി വാസ് എ ജർമ്മൻ. അദ്ദേഹം ഒരു ജർമ്മൻ പട്ടാളക്കാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തുന്നുണ്ട്. ലാസ്റ്റ് പാര.
At the end, Spillman was able to prove his identity and regain his freedom after 6 years of living in fear. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടുന്നുണ്ട്. However, the city he once knew had been destroyed. എന്നിരുന്നാലും അദ്ദേഹത്തിന് മുന്നേ അറിയാവുന്ന ആ ഒരു നഗരം എന്താണ്? ഡിസ്ട്രോയിഡ്, ഇല്ല, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിസ് ഫാമിലി വാസ് ഗോൺ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു. Though he survived, he was left with nothing but memories of loss and sufferings. അദ്ദേഹം എന്താണ്? ആ ഒരു യുദ്ധത്തെ അതിജീവിച്ചു. But he was left with nothing but memories of loss and suffering. അദ്ദേഹത്തിന് ബാക്കിയായത് എന്ത് മാത്രമാണ്? നഷ്ടങ്ങളുടെയും വേദനകളുടെയും ഓർമ്മകൾ മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. ഹിസ് സ്റ്റോറി റിഫ്ലെക്ട്സ് ദി സ്ട്രഗിൾസ് ഓഫ് വാർ, the cruelty faced by Jewish people and the power of resilience and hope. ഈ സ്റ്റോറി എന്താണ്? അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയിൽ നമുക്ക് എന്തൊക്കെ കാണാം? യുദ്ധത്തിൻ്റെ സമയത്തുള്ള സ്ട്രഗിൾസ്, അതുപോലെ ക്രൂരതകൾ, ജൂയിഷ് പീപ്പിൾ ഫേസ് ചെയ്ത ക്രൂരതകളും, അതുപോലെ തന്നെ സ്പിൽമാൻ്റെ പവർ ഓഫ് റെസിലിയൻസ് ആൻഡ് ഹോപ്പ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന സഹനശക്തിയും അതുപോലെ പ്രത്യാശയും ഒക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ റൈറ്റർ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.